അച്ഛാ ഞാൻ സ്കൂളിൽ പോവാണേ. ആ പോവാൻ വരട്ടെ. നിന്റെ ക്ലാസ് ടീച്ചർ ഇന്നലെ വിളിച്ചിരുന്നു. നീ ഇപ്പൊ ഒന്നും പറഞ്ഞാ അനുസരിക്കുന്നില്ലാന്ന്. അയ്യോ, ആര് പറഞ്ഞു ഈ ശുദ്ധ നുണ? അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല അച്ഛാ. നീ ഇന്നലെ എന്തോ കുരുത്തക്കേട് കളിച്ചതിന് ടീച്ചർ തല്ലാൻ കൈനീട്ടാൻ പറഞ്ഞിട്ട് നീ കൈനീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? അയ്യോ അച്ഛാ, അത് ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ചതാ. എന്ത്? ഞാൻ പറഞ്ഞോ ടീച്ചറോട് തർക്കുത്തരം പറയണമെന്ന്? അച്ഛനല്ലേ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ആരുടെ മുമ്പിലും കൈ നീട്ടാൻ പാടില്ലെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ടീച്ചറുടെ മുമ്പിൽ കൈ നീട്ടാതിരുന്നത്. എന്നാ ഞാൻ സ്കൂളിൽ പോയി വരട്ടെ അച്ഛാ. ഇന്നിനി എന്ത് കുലുമാൽ ഒപ്പിക്കാനാണാവോ അവൻ പോകുന്നത്. എല്ലാവരും ഞാൻ ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്തോ? യെസ് മിസ്. ടിൻഡു, നീ ഹോംവർക്ക് ചെയ്തോ? ചെയ്തു മിസ്. എന്നാ ആ ബുക്ക് ഒന്ന് കാണിക്കൂ. അത് പിന്നെ ബുക്ക് എന്റെ വീട്ടിലെ പട്ടി കീറി. പട്ടി തിന്നൂന്നോ? ഇത് ഞാൻ വിശ്വസിക്കില്ല. ആ കീറിയ ബുക്ക് കാണിക്കി, എന്നാ ഞാൻ വിശ്വസിക്കാം. ഈശ്വരാ, പണി പാളി. ടീച്ചറെ, ഒസാമ ബിൻ ലാദൻ മരിച്ചു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ വിശ്വസിക്കാതെ? അമേരിക്കക്കാർ വെടിവെച്ച് കൊന്നതല്ലേ? അമേരിക്കക്കാര് വെടിവെക്കുന്നത് ടീച്ചർ കണ്ടോ? പോട്ടെ, ടീച്ചർ ബിൻ ലാദന്റെ ഡെഡ് ബോഡി എങ്കിലും കണ്ടിട്ടുണ്ടോ? അത് പിന്നെ ബോഡി കടലിൽ എറിഞ്ഞില്ലേ? കടലിൽ എറിയുന്നത് ടീച്ചർ കണ്ടോ? ഇല്ലല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, അത് ലോകം മുഴുവൻ വിശ്വസിച്ചു. അപ്പൊ ഞാനീ പറയുന്ന ചെറിയ കാര്യം വിശ്വസിക്കാൻ ടീച്ചർക്ക് തെളിവ് വേണം അല്ലേ? കഷ്ടണ്ട് ടീച്ചറെ, കഷ്ടണ്ട്.